ഓണകാലമായി നമ്മുടെ പൂക്കളെല്ലാം നല്ല വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഹലോ, നമസ്കാരം. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണകാലമൊക്കെ അടുത്ത് വന്നു. അപ്പം നമുക്ക് ഓണം എന്ന് പറയുമ്പം തന്നെ നമ്മുടെ നാവിൽ പല സദ്യയൊക്കെ അല്ലേ നമുക്ക് ഓർമ്മ വരുന്നത്. മെയിനായിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഞ്ചിക്കറിയാണ് കേട്ടോ. അപ്പം ആ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ എൻ്റെ പറമ്പിൽ തന്നെ ഞാൻ നട്ട ഇഞ്ചി ഒന്ന് കിളച്ചിട്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കൊന്ന് പറമ്പിലോട്ട് പോയിട്ട് ഇഞ്ചി കിളച്ച് നോക്കിയാലോ. ഇപ്രാവശ്യം ഇഞ്ചി നല്ല വിളവല്ലെന്നാണ് തോന്നുന്നത്. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ഇഞ്ചിക്ക് വലിയ വിഷമമായിരുന്നു തോന്നും കേട്ടോ കിളിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് കിളച്ച് നോക്കാം. എന്തായാലും കടയിൽ ഭയങ്കര വിലയാണ്. അപ്പം ഞാൻ കരുതി എന്തായാലും അത്ര പൈസ കൊടുത്തൊന്നും ഞാൻ ഇഞ്ചി വാങ്ങിക്കുന്നില്ല. അപ്പം എൻ്റെ പറമ്പിൽ തന്നെയുള്ള ഇഞ്ചി വെച്ചൊന്ന് ഇഞ്ചിക്കറി വെക്കാമെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇതുകൊണ്ടേ നമുക്ക് കിളച്ച് തുടങ്ങാം. അപ്പം ഇഞ്ചി വളരെ കുറവാണ് ഇപ്രാവശ്യം. ഇത്ര ഇഞ്ചിയേ ഉള്ളൂ കിട്ടിയിരിക്കുന്നത്. മഴയൊക്കെ ആയിപ്പോയില്ലേ. അടുത്ത പ്രാവശ്യം എനിക്ക് എന്തായാലും 50 മൂട് ഇഞ്ചി നടണം. എന്തായാലും വളരെ കഷ്ടമാണ് ഇപ്രാവശ്യത്തെ ഇഞ്ചി. എന്നാലും ഒരു ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. കാരണം കടയിൽ നിന്ന് വാങ്ങേണ്ടി വന്നില്ല. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഉള്ളതാവട്ടെ. അപ്പം നമുക്കിതിന് കഴുകി ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ നോക്കാം. പോയാലോ. പറമ്പിൽ നിന്ന് കിളച്ചുകൊണ്ട് വന്ന ഇഞ്ചി നമ്മൾ വേരൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്കൊരു 150 ഗ്രാമോളം എടുക്കാം. മതി, ഇത്രയും മതി. നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വീണ്ടും പിന്നെയും കഴുകിയിട്ട് വേണം അരിയാൻ. നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്നുകൂടെ കഴുകി അരിഞ്ഞുകൊണ്ട് വരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ കാണിച്ചു തരാം. ഇഞ്ചിക്കറി വെക്കുന്നതിന് ഇത്രയും ചെറിയ ഉള്ളിയും കൂടെ വേണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഇഞ്ചിയും ഉള്ളിയും കൂടെ ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം. ഇവിടെ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി അവിടെയൊക്കെ മണ്ണും അഴുക്കുമൊക്കെ ആകാതെ അപ്പോൾ നമ്മളൊരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മേളിലോട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഇടാന്നിട്ട് ഒരുമിച്ച് അങ്ങ് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പം നമുക്ക് ഈ വേസ്റ്റ് നമുക്ക് കളക്ട് ചെയ്ത് വെച്ചേക്കാം. ഞാനൊരു ഐസ്ക്രീം ബൗളിനകത്താണ് ഇതെല്ലാം ഇട്ട് വെക്കുന്നത്. ഇത് നിറയുമ്പം കൊണ്ടുവന്ന് ഓരോ ചെടിയുടെയും മൂട്ടി കൊണ്ടുവന്ന് ഇടും. ഇതിങ്ങനെ അടച്ചു വെച്ചിരുന്നാൽ മതി. നിറയുമ്പം നമുക്ക് ഓരോ മുളകിൻ്റെയൊക്കെ മൂട്ടി കൊണ്ടുവന്ന് ഇടാം. അപ്പം നമുക്ക് ഓണത്തിന് ആവശ്യമുള്ള കറിവേപ്പിലയും കൂടെ പിച്ചി കൊണ്ടുവരാം. 1 2 തണ്ട് നമുക്ക് ഒടിച്ചെടുക്കാം. കറിവേപ്പിലയ്ക്ക് ഒരു ക്ഷാമമില്ല. മതി, ധാരാളം. നമ്മൾ വേനൽക്കാലത്ത് നല്ലതുപോലെ പൊതയൊക്കെ ഇട്ടതുകൊണ്ട് കറിവേപ്പൊക്കെ നല്ല ആരോഗ്യത്തോടെ നിൽപ്പുണ്ട്. കറിവേപ്പിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഇനിയും നടാത്തവരൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കുക. ഇനി നമുക്ക് അടുത്തത് പച്ചമുളക് പിച്ചാനായിട്ട് പോകാം. നമുക്ക് പച്ചമുളകും കൂടെ പിച്ചെടുക്കാം. കറികൾക്കൊക്കെ വേണ്ട പച്ചമുളകെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഇതിനാണ് നമ്മൾ നേരത്തെയൊക്കെ ഇതൊക്കെ നട്ടുപിടിപ്പിക്കണം എന്ന് പറയുന്നത്. മതി, ഇനി നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കുകയല്ലേ, നമുക്ക് ആവശ്യമുള്ളപ്പം വന്ന് പിച്ചാമല്ലോ. ഓണകാലമായി നമ്മുടെ പൂക്കളെല്ലാം നല്ല വിരിഞ്ഞ് നിൽപ്പുണ്ട്. ബന്ദിയാണ് ഇത്. 2 ഗുണം ഉണ്ടായിരുന്നു. കീടകളൊന്നും വരാതെ നട്ടാണ്. വീടിന് ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതി നട്ടതാണ്. അപ്പോൾ നല്ലപോലെ പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നു.
അപ്പോൾ നമുക്ക് ഇഞ്ചി അരിഞ്ഞെടുക്കാം. ഞാനൊരു ഫിംഗർ ക്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ അരിയുന്നതാണ് ഒരു ശീലം. ഞാനിങ്ങനെ പൊടിയായിട്ടാണ് അരിയാറ്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നല്ല വലുതായിട്ട്, ചെറുതായിട്ട് അരിയാൻ മേലാന്നുണ്ടെങ്കിൽ വലുതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ വറുത്ത് ഇട്ട് പൊടിച്ചെടുത്താലും മതി. അപ്പം ഞാൻ ചെറുതായിട്ടാണ് അരിയാൻ പോകുന്നത്. ഉള്ളിയും അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എല്ലാം അരിഞ്ഞെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. ഇപ്പോൾ ഇഞ്ചി എടുത്തത് നല്ലതുപോലെ കഴുകിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ വലുതായിട്ട് നിങ്ങൾ അരിയുകയാണെന്നുണ്ടെങ്കിൽ അത് വറുത്ത് പൊടിച്ചിട്ടിരുന്നാൽ മതി. അതുപോലെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കൈ കൊള്ളുന്ന ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയും എടുത്തിട്ടുണ്ട്. ഇത് പുളി ഇഞ്ചി എല്ലാം ഉണ്ടാക്കുന്നത് ഇപ്പം ഞങ്ങൾ തേങ്ങ വറുത്തരച്ചുള്ള ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ സൈഡിലൊക്കെ തേങ്ങ വറുത്തരച്ചുള്ള ഇഞ്ചിക്കറിയാണ്. അപ്പം മറ്റേത് ഉണ്ടാക്കാറുണ്ട്, അത് പെട്ടെന്ന് ഉണ്ടാക്കും. ഇത് ഇച്ചിരി സമയം എടുത്താണ് ഇത് ഉണ്ടാക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റാണിത്. പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തിരുകിയിട്ട് അതിനെ വറുത്തെടുക്കണം. അപ്പം വറക്കുമ്പോൾ അതിനകത്ത് ഇടേണ്ടത് 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ കുരുമുളകും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം. തേങ്ങ ഞാൻ 2 ദിവസം മുമ്പേ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിരുന്നാൽ നമ്മുടെ ജോലിയൊക്കെ എളുപ്പത്തിലാവും. ഞാൻ വറുത്ത് വെച്ചിരുന്ന തേങ്ങയാണിത്. അപ്പോൾ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഒന്നുകൂടെ ചൂടാക്കണം. ഇവിടെ ചൂടാക്കി കൊണ്ടുവരാം. തേങ്ങ വറക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. തേങ്ങ ചെറുതായിട്ട് തിരികെ എടുത്തതിന് ശേഷം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക് എല്ലാം അതിൽ ഇട്ടിട്ട് നല്ലതുപോലെ വറുത്തെടുക്കുക. അതിൻ്റെ കൂടെ സ്വല്പം 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് വേണം വറക്കാൻ. അങ്ങനെ വറുത്തെടുത്താണിത്. ഇപ്പം നമ്മളിതെല്ലാം കൂടെ ചേർത്ത് വറുത്ത് വെച്ചിരുന്ന തേങ്ങയായിരുന്നു ഇത്. നമുക്ക് ഇങ്ങനെ തേങ്ങ ഇരുന്ന ചമ്മന്തി പൊടിക്കുകയോ വറുത്തരച്ച കറി ഉണ്ടാക്കി എന്ത് വേണമെങ്കിലും ചെയ്യാം. സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്നാൽ നന്നായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ വെച്ചിരുന്നെങ്കിലും ഇതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പം അന്നേരം മുളകും മല്ലിയും കൂടെ അതിട്ടിട്ടൊന്ന് ചൂടാക്കണം. എന്നിട്ട് നമുക്ക് ഇഞ്ചിയൊക്കെ വറുത്തെടുക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. തേങ്ങ നമുക്കൊന്നുകൂടെ ചൂടാക്കാം. അപ്പം തേങ്ങ വറുത്ത രീതിയൊക്കെ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് കുറച്ച് ദിവസം നമുക്ക് ഇഞ്ചിക്കറി ഇരിക്കുകയും ചെയ്യും. പുളിയിഞ്ചി അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇത് വേറൊരു ടേസ്റ്റാണ്. നല്ലതുപോലെ ഒന്ന് ചൂടായിക്കൊള്ളട്ടെ. ഞങ്ങളുടെ വീട്ടിലൊക്കെ, ഞങ്ങളുടെ കൊല്ലം സൈഡിലൊക്കെ ഈ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, തേങ്ങ വറുത്തരച്ചുള്ള ഇഞ്ചിക്കറി. നമുക്ക് തേങ്ങ വറക്കാനൊക്കെ സമയക്കുറവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പുളിയിഞ്ചി വെക്കുന്നത്. അതിലാണെങ്കിൽ ഉള്ളിയൊക്കെ നല്ലതുപോലെ വറുത്ത് പൊടിച്ച് ചേർക്കും. ഉള്ളി ഇഞ്ചിയും കൂടെ നല്ലതുപോലെ വറുത്ത് പൊടിച്ച് അങ്ങ് ചേർക്കും. അപ്പം നല്ലൊരു കൊഴുപ്പ് കിട്ടും. അതിൽ കുറച്ച് ശർക്കരയൊക്കെ ഇടാറുണ്ട്. ഇത് മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ തേങ്ങ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മുളകുപൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. സ്വല്പം നിറം കൂടെ ആയിക്കോട്ടെ, എങ്കിലേ ഇഞ്ചിക്കറിക്ക് ഒരു നിറം കിട്ടത്തുള്ളൂ. കാണാനൊരു ലുക്കൊക്കെ വേണ്ടേ. ഓഫ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാൻ 2 സ്പൂൺ ഇടുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇട്ടേക്കണേ. അപ്പോൾ എൻ്റെ എരിവായിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങളുടെ എരിവ്. ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്കിനി ഇഞ്ചിയും ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കാം. നമ്മൾ തേങ്ങ വറുത്തത് മാറ്റി ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും ഉള്ളിയും കൂടെ വറുത്തെടുക്കാം. ഇഞ്ചിക്കറിക്കൊക്കെ ഇച്ചിരി എണ്ണയൊക്കെ മുന്നിൽ നിൽക്കണം, എങ്കിലേ ഇഞ്ചിക്കറിയൊക്കെ കേടാകാതെ ഇരിക്കത്തുള്ളൂ. ഇഞ്ചി ഇത്ര പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ വറുത്തിട്ട് പൊടിക്കുന്നില്ല. ഇതേപോലെ വറുത്ത് പൊരി അങ്ങ് ഇടുകയുള്ളൂ. അതല്ല നിങ്ങൾക്ക് ഇത്രയും പൊടിയായിട്ട് അരിയാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിലും പറ്റത്തില്ല എന്നുണ്ടെങ്കിലും ഇത് വലുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് ആ കറിയിലോട്ട് ചേർത്താൽ മതി. അപ്പം ഞാൻ എണ്ണ ചൂടായിട്ട് അതിനകത്തോട്ട് കടു പൊട്ടിക്കുകയാണ്. വറുത്ത് കോരി പൊടിക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ കടു വറുത്താൽ മതി കേട്ടോ. ഇതിലോട്ട് കടു ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഈ ഇഞ്ചിയും ഉള്ളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഇത് വറുത്ത് പൊടിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ഇഞ്ചി മാത്രമേ ഇട്ട് വറുത്തെടുക്കാവൂ. ഉള്ളി അതിൻ്റെ കൂടെ ഇടരുത്. ഞാനിപ്പോഴത് പൊടിക്കാത്തത് കൊണ്ട് ഉള്ളിയും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ഇടുകയാണ്.
പുളി നമുക്ക് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. അപ്പോഴത്തേക്ക് അതിൻ്റെ പുളി രസമൊക്കെ ഇറങ്ങിക്കോളും. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ ഒഴിച്ചോളുക. തേങ്ങ നമുക്ക് അരച്ചുകൊണ്ട് വരാം. തേങ്ങ നമ്മൾ ആദ്യം പൊടിക്കണം, വെള്ളം ഒഴിച്ച് കളയരുത്. ആദ്യം തന്നെ മിക്സിയിലിട്ട് ഒന്ന് നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അരച്ചുകൊണ്ട് വരാം. നമ്മൾ തേങ്ങ പൊടിച്ചെടുത്തിരിക്കുകയാണ്. പൊടിച്ചെടുത്തതിനകത്തോട്ട് നമ്മൾ ഈ പുളി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇനി അരച്ചുകൊണ്ട് വരാം. ഇനി നല്ലതുപോലെ അരഞ്ഞെടുക്കണം. അപ്പം നമ്മുടെ തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കലത്തിനകത്തോട്ട് ഒഴിക്കാം. കലത്തിനകത്താണ് ഇഞ്ചിക്കറി വയ്ക്കുന്നത്. അപ്പോൾ ഇഞ്ചിക്കറിയൊക്കെ വെക്കുന്നത് സാധാരണ മംഗലത്തിലാണ്. അതും കുഞ്ഞ് കലമുണ്ട് ഇഞ്ചിക്കറിയൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അമ്മച്ചിയുള്ള കാലത്തെ ഇഞ്ചിക്കറി വെക്കാനായിട്ട് ഇങ്ങനെ ഒരു കൊച്ചു ചട്ടിക്കലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് ഞങ്ങൾ വയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും അമ്മച്ചി അങ്ങ് ഓർത്തു പോവാണ്. ഒരുപാട് മിസ് ചെയ്യുന്നു അമ്മച്ചീനെ. അപ്പം നമുക്ക് ഈ തേങ്ങ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കുക. ഒരു 1.5 ഗ്ലാസോളം ചേർക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം. ഉറുകി ഒരു പരുവായിരിക്കണം ഇഞ്ചിക്കറി എന്ന് പറയുന്നത്, നീണ്ടു പോകരുത്. കുറച്ചുകൂടെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ എന്തോ പരുവാണെന്നൊന്ന് നോക്കണം. ഈ പരുവത്തിലൊക്കെ ഇരുന്നാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം വെള്ളം കൂടെ ചേർക്കാം. അപ്പം എല്ലാം കൂടെ ഇപ്പോൾ ഒരു 2 ഗ്ലാസോളം വെള്ളം ആയിട്ടുണ്ട്. മതി വെള്ളം. ഞാനത് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഉപ്പൊക്കെ നമ്മൾ കുറച്ച് വേണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാമല്ലോ. കൂടിപ്പോയാൽ പിന്നെ ഒന്നും പറ്റത്തില്ല. ഇനി തീ കൂട്ടി ഒരു മീഡിയത്തിലിട്ട് തിളപ്പിക്കണം. ഇഞ്ചി മൂത്തോണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ ഫ്രൈ ആവണം. നല്ലൊരു ബ്രൗൺ കളറാവണം. ഒരു സ്വല്പം എണ്ണയുടെ കുറവുണ്ടെന്ന് തോന്നുന്നു. ഒരു സ്വല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ സൺഫ്ലവറോ നിങ്ങൾ ഏത് എണ്ണയാണെന്ന് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് എടുക്കാം. നല്ലെണ്ണയൊന്നും എടുക്കണ്ട കേട്ടോ. പാം ഓയിലും എടുക്കരുത്. സൺഫ്ലവർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഇത് ഈ ചട്ടിയിൽ തന്നെ നമ്മൾ എടുത്തതിന് ശേഷം അടുപ്പ് ഇങ്ങനെ വെച്ച് ചൂടാക്കി എത്ര ദിവസം വേണമെങ്കിലും അങ്ങനെ ഇരുന്നോളും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ചൂടാക്കി വെക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് ചട്ടി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തേക്കുക. അപ്പോൾ നമ്മൾ സ്റ്റവിൽ പാചകമൊക്കെ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു പാത്രം വെച്ചിരുന്നാൽ നമുക്ക് തവി വെക്കാനകത്ത് വയ്ക്കാം. അല്ല നമ്മൾ സ്റ്റവിൻ്റെ മേളിൽ വെക്കുമ്പോൾ അവിടെ എല്ലാം അഴുക്കാവും. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം കൂടെ വെച്ചിട്ട് തവിയൊക്കെ വെക്കുക. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. വീട്ടിലെ അംഗത്തിനനുസരിച്ച്. ഇപ്പം 10 പേർക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ സാധനങ്ങൾ എടുക്കാം. ഇതിപ്പോൾ ഈ ഇഞ്ചിക്കറിയൊക്കെ 10 കൂടുതൽ പേർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇഞ്ചിക്കറിയൊക്കെ സ്വല്പം ഇതല്ലേ വിളമ്പുള്ളൂ ഇലയിൽ. അപ്പോൾ ഈ പ്രാവശ്യം ഇഞ്ചിക്കൊക്കെ ഭയങ്കര വിലയായിരുന്നു. 300-350 രൂപ വരെയൊക്കെ ഇഞ്ചിക്ക് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പറമ്പിൽ നിന്ന് തന്നെ കളച്ചുകൊണ്ട് അത്ര പ്രയാസം തോന്നിയില്ല. പക്ഷേങ്കിൽ ഈ പ്രാവശ്യം ഇഞ്ചി കൃഷി അത്ര നല്ലതല്ലായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. എന്തായാലും അടുത്ത പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് വിപുലീകരിച്ച് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ഒരു 50 മൂടെങ്കിലും നടണമെന്ന് ഇപ്പോഴേ വിചാരിക്കുകയാണ്. അപ്പം 2 അടുപ്പിലും നമ്മുടെ കണ്ണ് വേണം കേട്ടോ. ഒരു ഭാഗത്ത് കറി തിളയ്ക്കാറായി, ഒരു ഭാഗത്ത് നമ്മുടെ ഇഞ്ചി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഫ്രൈ ആവണം. അപ്പം നമ്മുടെ ഇഞ്ചിയും ചെറിയ ഉള്ളി നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഇഞ്ചി കറിയിലോട്ടങ്ങ് ഒഴിക്കാം. ഇനി അവിടെ കിടന്ന് നല്ലതുപോലെ തിളച്ച് പറ്റട്ടെ. ഇനി തീ കുറച്ചിട്ടിട്ട് അതവിടെ നിന്ന് പയ്യെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് മേളി വരും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പം നമുക്കിതിന് അടച്ചു വയ്ക്കാം. പയ്യെ അവിടെ നിന്ന് തിളച്ച് പറ്റി വരട്ടെ. ഒരുപാടങ്ങ് പറ്റിച്ച് കളയണ്ട. നമുക്ക് ഇലയിൽ വിളമ്പാൻ പറ്റുന്ന പരുവത്തിന് ആക്കിയെടുക്കണം. നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് പറ്റി വന്നു. എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഉണ്ടല്ലോ നല്ല ഇഞ്ചിക്കറി. എണ്ണ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇത് പരുവമായി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
പിന്നെ പുളി ഉപ്പും എല്ലാം നോക്കിക്കോണം കേട്ടോ. ഇതെല്ലാം നല്ല കറക്റ്റാണ്. എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് തിളച്ചിട്ട് വാങ്ങാം. ഇഞ്ചിക്കറി നമുക്ക് സദ്യക്ക് വിളമ്പാനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് എടുക്കാം. എന്ത് രസമാണ് ഇത്. സദ്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഇഞ്ചിക്കറി. ഒന്ന് തൊട്ട് നാക്കിൽ വയ്ക്കുമ്പോൾ എന്താ ഒരു ടേസ്റ്റ് എന്നറിയാമോ ഈ ഇഞ്ചിക്കറിക്ക്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഇഞ്ചിക്കറി ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഈ വെറൈറ്റി ആയിട്ട് ഒരു ഇഞ്ചിപ്പുളി ഈ വർഷം ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ഐക്കൺ വരും. അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഓണകാലമൊക്കെ അല്ലേ, ഞാനിപ്പം ഡെയിലി വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.